المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. ഭാരതത്തെ മുസ്ലിമീങ്ങൾ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ വിവാദത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ആരാധനയുടെ ഭാഗമായിട്ട് നമുക്ക് പാരത്രികമായ പരലോകത്തിൽ മോക്ഷം കിട്ടണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മരണ സന്ദർഭത്തിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മുസ്ലിം സന്ദർഭത്തിൽ അല്ലാഹു വേണമായിട്ടും അതുപോലെയുള്ള പാപത്തെ ആത്മാവ് വേണമായിട്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ സമർപ്പണയാക്കിയതായ ആസ്തികൾ അതിற்கு വഖഫുണ്ടാണ് കഴിയുന്നത്. പലപ്പോഴും മുസ്ലിമീങ്ങൾ പല ജാതിയിലും മുസാഫിറുമാർക്കായിട്ട് പ്രത്യേകമായ ഷെൽട്ടറുകളും അർഹമായ ഫുഡിന്റെ വ്യവസ്ഥകൾക്കായിട്ട് മുസാഫിർ ഖാന ചെന്നിട്ട് പ്രത്യേകമായ ആസ്തികൾ നമ്മൾ വഖഫാക്കിയതായിട്ട് നാം കാണുന്നു. അതുപോലെ രോഗിമാർക്ക് മാത്രമായ ട്രീറ്റ്മെന്റിന്റെ അകറ്റത്തുകയായിട്ട് അതിലെ സമ്പാദനയിൽ നിന്നിട്ട് രോഗിമാർക്ക് അങ്ങനെ ശുശ്രൂഷകനായിട്ട് വഖഫാക്കിയ പല പ്രോപ്പർട്ടികളും നമുക്ക് കാണാൻ സാധ്യമാവും. അതുപോലെ പല ജാതിയിലും യതീമീങ്ങൾ അല്ലെങ്കിൽ ഫഖീർമാർ മിസ്കീന്മാരുടെ അഭിവൃദ്ധികനായിട്ട് വഖഫാക്കിയ പല പ്രോപ്പർട്ടികൾ നമുക്ക് കാണാൻ സാധ്യമാവും. ഭാരതത്തെ ആസ്തിമാസത്തിലെ ടോട്ടൽ കണക്കെടുത്തെങ്കിൽ റെയിൽവേ മിനിസ്ട്രിയും അതേപോലെ ഡിഫൻസ് മിനിസ്ട്രി ഉണ്ടെങ്കിൽ വലിയ ആസ്തിയുള്ളവരുടെ ഒരു ഗവൺമെന്റ് എൻറ്റിറ്റിയായിട്ട് വഖഫ് ബോർഡ് വെച്ചിട്ടുണ്ട്. സൈസുമാർ നേരത്തെ ചെന്ന പോലെ 8 ലാഖോളമുള്ളതായ പ്രോപ്പർട്ടികൾ വഖഫ് ബോർഡുമുണ്ട്. ഈ ഭാരതത്തെ കണക്കാണ് ചെന്നുള്ളത്. മാത്രമല്ല 8 ലാഖ് ഏക്കറുകളുള്ള പക്കങ്ങൾ, ഒരു ഏക്കർ 2 ഏക്കറിലെ 8 ലക്ഷത്തോളം കണ്ടതായ ഏക്കറുകളുടെ പക്കങ്ങൾ വഖഫിന്റെ സ്വാധീനത്തിൽ ഉണ്ട്. ഇത്രയും വലിയൊരു ആസ്തിയും ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി ഭാരതത്തെ പല മിനിസ്ട്രി എടുത്തെങ്കിൽ അതിൽ 3ാമത്തെ സ്ഥാനത്തിൽ നിൽക്കുന്ന വഖഫ് ചെയ്തതായ ഈ ആസ്തികൾ അതിലും പ്രധാനപ്പെട്ടിട്ട് ഡൽഹി പോലത്തെ, ബോംബെ പോലത്തെ, ബാംഗ്ലൂർ പോലത്തെ വലിയ വലിയ സുപ്രധാനമായ സിറ്റികളുടെ നടുവിലുള്ളതായ വലിയ വലിയ കോട്യാന്തര ആസ്തികൾ ഇന്ന് വഖഫിന്റെ അധീനത്തിൽ ഉണ്ട്. ഇതെല്ലാം ഒരു പക്ഷത്തെ ആൾമാർക്ക് കെങ്കണ്ണൂരിയായിട്ട് ഇത്രമാത്രം ആസ്തികൾ മുസ്ലിമീങ്ങളുടെ പേരിലുള്ളത് കാണുമ്പോൾ അതിനെല്ലാം സർവനാശമാക്കുന്നതായ വലിയ ഉദ്ദേശവും വെച്ചിട്ട് പുതിയൊരു ആക്ടിന്റെ വലിയ ആത്മാർ പ്രത്യേക യഥാർത്ഥത്തിൽ പാകിസ്ഥാനും ഇന്ത്യയും ഡിവൈഡാവുന്ന സമയത്തിൽ വഖഫിന്റെ കൂടുതലായ പ്രോപ്പർട്ടികൾ ഇന്ത്യ ഓരോ സ്റ്റേറ്റ് ബേസിൽ നോക്കണമെങ്കിൽ പഞ്ചാബിലാണ് ഹൈയസ്റ്റ് വഖഫിന്റെ സ്വത്തുകൾ ഉള്ളത്. ഞങ്ങളുടെ കർണാടകത്തിലും ഒരുപാട് വഖഫ് ആസ്തികൾ ഉണ്ട്. പഞ്ചാബിലെ മുസ്ലിമീങ്ങ അങ്ങനെ ആ ആയവും കൊണ്ടിട്ടു അങ്ങനെ വേറൊരു ആയത്തിന് സഹായനാക്കുമ്പോൾ അങ്ങനെ സ്വാധീനത്തിൽ ഇന്നത്തെ അങ്ങനെ പൂർവജന്മാർ ഉണ്ടാക്കിയ ആസ്തിവാസികൾ അല്ലാഹുവിന്റെ ദീനിന് വേണമായിട്ട് ഭാവത്തിന് വേണമായിട്ട് വഖഫ് ഭൂമിയായിട്ട് അങ്ങനെ അതിനെ വർഗ്ഗാവനാക്കിയ ആ വലിയ വലിയ ആസ്തികളെല്ലാം സ്വാധീനമാക്കുന്നതായ വലിയൊരു ആദ്യത്വം വെച്ചിട്ട്
സെൻട്രൽ ഗവൺമെന്റ് പല ആക്ടുകൾ പല സമയത്തിൽ വന്നു. അതിൽ പ്രധാനപ്പെട്ടിട്ട് 1954 വഖഫിന്റെ ആക്ടാണ് സുപ്രധാനമായ ആക്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഭാരതത്തിലെ മുസ്ലിമീങ്ങളെ അഭിവൃദ്ധിയും ഭാരതത്തിലെ മുസ്ലിമീങ്ങളെ പഠിപ്പില്ലായ്മയും ഭാരതത്തിലെ മുസ്ലിമീങ്ങളെ സമ്പൂർണമായ ശോചനീയമായ അവസ്ഥയെ പുറത്ത് എടുത്തുകൊണ്ടുവന്നതിനത്തെ അതിലെ പുറത്തെടുത്തു കാട്ടിയതിനത്തെ ഒരു റിപ്പോർട്ട് എല്ലാവരും ഒത്തുള്ള സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തതായ ഒരു പ്രത്യേകമായ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ പഠിപ്പാട്ടതുപോലെ അതിൽ ചെന്നതുപോലെ ഒരുപാട് ആസ്തിപാസ്തികൾ അഥവാ മുസ്ലിം സമുദായത്തെ അഭിവൃദ്ധികളായിട്ട് മുസ്ലിമീങ്ങളെ പൂർവജന്മാർ നിർദ്ദേശാക്കിയത്തെ കൊടുത്തകത്ത് ഒരുപാട് ആസ്തിപാസ്തികൾ പറയും അഥവാ എൻക്രോച്ച്മെന്റ് അത് വേറെ പാറുകാരികളുണ്ട്. ചിലപ്പോ പല മുസ്ലിമീങ്ങളെ സ്വന്താക്കിയതായ പല ആസ്തികളുണ്ട്. ബാംഗ്ലൂരിലെ പല ക്രൈസ്തവ ഹോട്ടലുകൾ അത് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളെ പാവങ്ങളായ ആളുമാരുടെ ഭൂമിയാണ്. അതിൽ വലിയ വലിയ മേധാവിമാർ വലിയ വലിയ അകർമ്മ ശ്രീമന്തമാർ 3 സ്റ്റാർ ഹോട്ടലുകളും 5 സ്റ്റാർ ഹോട്ടലുകളാക്കിയിട്ട് സ്വന്തമായിട്ട് എൻക്ലോസ്മെന്റ് ആക്കിയ പല ഭൂമികൾ ഇന്ന് ഭാരതത്തിലുണ്ട്. അങ്ങനെ 1996 പുതിയ ആക്ട് പുതിയ ഒരു തിരുവഴിയായത് സർക്കാരുകൾ എടുത്തുകൊണ്ട് വന്നു. 2013 പഴയും പുതിയ ഒരു ആക്ട് പുതിയതായിട്ട് കടന്നുകൊണ്ട് വന്നു. ഇപ്പൊ കഴിഞ്ഞ വർഷം 2024 കേന്ദ്ര സർക്കാർ ഇത് വേണമായിട്ടുള്ള ഒരു പുതിയ ഒരു സമിതി ആ സമിതിയെ തെരഞ്ഞെടുത്ത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി JPC സംസദീയ സമിതി ചെന്നതായ ഒരു സമിതിയെ അതിൽ എല്ലാ പക്ഷക്കാരുമാനുള്ള ഇത് ഒപ്പോ സ്വാഭാവികമായിട്ട് എന്തോ സംശയവും എന്തിനോ സമിതി എടുത്തുകൊണ്ട് ഇതിന് അകറ്റിയത് യഥാർത്ഥത്തിൽ ചെന്നെങ്കിൽ ഒരു അകത്യവും ഇല്ല. ഇവിടുത്തെ ഏതെങ്കിലും ഒരു മുസ്ലിം വിദ്വാംസ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഖഫ് ബോർഡ് അല്ലെങ്കിൽ വഖഫിന്റെ ഏതെങ്കിലും ഒരു ട്രസ്റ്റ് കമ്മിറ്റിയാ എന്തെങ്കിലും ഒരു അപ്പീൽ കൊടുത്തപ്പ നിങ്ങൾ ഉണ്ടാക്കിയതായ ആക്ടുകളിൽ എന്തെങ്കിലും തിരുത്തുപടി മേജറായ തിരുത്തുപടി കൊണ്ടുവരണോ ചെന്നിട്ട് ഇവിടെ ആരും ചെന്നതായിട്ടില്ല. കാരണം ഈ യഥാർത്ഥ ഈ പ്രോപ്പർട്ടികളെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അതിലെ യഥാർത്ഥമായ അവകാശികൾ ആരും ചെല്ലാത്തതിന്റെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ പുതിയ തിരുത്തുപടികൾ കൊണ്ടിട്ട് അതിന്റെ പുതിയതായ ഒരു കമ്മിറ്റികൾ രൂപീകരണമായ വഖഫ് തിരുത്തുപടി ചെന്നിട്ട് പുതിയതായ ഒരു കമ്മിറ്റികൾ കൊണ്ടുവരുന്ന ഉദ്ദേശത്തിലാണ് സെൻട്രൽ ഗവൺമെന്റ് ഇങ്ങനത്തെ ഒരു പദ്ധതി ചിന്തിക്കും. 40 പുതിയ പുതിയ തിരുത്തുപടികളാണ് ഇതിൽ വന്നുകൊണ്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു തിരുത്തുപടിയുണ്ട്. ഈ വഖഫിന്റെ ആസ്തികളെല്ലാം ഓട്ടോണമസ് ആണ് അഥവാ സ്വയം സ്വാധീനമുള്ള സ്വതന്ത്രമായ പാലുകാരികളുള്ളതിന്റെ വഖഫ് ബോർഡിന്റെ അധീനത്തിലുള്ളതിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടികളാണ് വഖഫിന്റെ ആസ്തികൾ. അതിലെ ഓട്ടോണമസ് ബോഡി ചെയ്തതായ ആ പാലുകാരികൾ ആ ഒരു ആക്ടിലെ ആ ഒരു നിയമത്തെ തിരുത്തുപടിയാക്കിയിട്ട് അത് ഗവൺമെന്റ് സമ്പൂർണ്ണമായിട്ട് ഹിഡിതത്തിൽ കൊണ്ടുവന്നു ചെയ്തതായ വലിയ ഒരു ഹിഡൻ അജണ്ട ഇതിലുണ്ട്. ഈ തിരുത്തുപടി കാര്യങ്ങളെല്ലാം മണ്ടനായിട്ട് ഇത് പാസ്സായി പോയിട്ടുണ്ടെങ്കിൽ സമ്പൂർണ്ണമായിട്ട് ഊടമണ്ഡലത്തെ ലക്ഷക്കണക്കിലുള്ളതായ ഭൂമികൾ ലക്ഷക്കണക്കിലുള്ളതായ പ്രോപ്പർട്ടികൾ അത് സർക്കാരിന്റെ സ്വാധീനത്തിൽ വന്നിട്ട് സമ്പൂർണ്ണമായിട്ട് സർക്കാർ അതിനെ ഹിഡിതത്തെ വലിയ ഒരു രണ്ടാമത്തെ തീരുമാനങ്ങളാണ് യഥാർത്ഥത്തിൽ വന്നോട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ട് ചെന്ന പോലെ ഈ പ്രോപ്പർട്ടികളെ സ്വയം സ്വാധീനമുള്ള പ്രോപ്പർട്ടികളെ അത് ചേഞ്ച് ആക്കുന്ന ഒരു വലിയ അജണ്ട ഇതിലും. രണ്ടാമത്തത് പ്രോപ്പർട്ടിയുടെ വെരിഫിക്കേഷൻ ആക്കുന്നുണ്ടത്തെ വലിയ ഒരു ഹിഡൻ അജണ്ട ഇതിലും. എന്തിനാണ് വെരിഫിക്കേഷൻ ആക്കുന്നത്? ചിന്തിച്ചു നോക്കൂ. 2018 സെൻട്രൽ ഗവൺമെന്റ് 129 പ്രോപ്പർട്ടികളെ ബോംബെ സിറ്റിയിൽ ചെക്കാക്കുവാൻ അവിടുത്തെ പ്രധാനപ്പെട്ട സുപ്രധാനമായ വഖഫിന്റെ പ്രോപ്പർട്ടീസ് എന്ന് അറിയപ്പെട്ടതായ 129 പ്രോപ്പർട്ടികളെ ചെക്കാക്കി നോക്കുമ്പോൾ എവിടെയും ശരിയായ ഡോക്യുമെന്റ്സ് ഇല്ല. കാരണം ഡോക്യുമെന്റ്സ് കാണുമ്പോൾ സാധ്യമില്ല.
എല്ലാ പൂർവികന്മാരുടെ കാലത്തിൽ കിട്ടിയതായ ആസ്തിവാസികളുടെ ഡോക്യുമെന്റ്സ് എടുക്കും. ചിലപ്പോൾ രാജാക്കന്മാർ പിന്നെ ആളുകളുടെ സമയത്ത് പിന്നെ വഖഫുകളായിട്ട് കൊടുത്ത ഭൂമികൾ അതിന്റെ ഡോക്യുമെന്റ്സ് ഇല്ല. ഇങ്ങനെ 129 വലിയ വലിയ പ്രോപ്പർട്ടികൾ അത് പിന്നെ ആസ്തി മൂല്യം കണക്കാക്കുന്നത് 20 കോടിയോളം മണ്ഡലത്തെ ആസ്തികൾ ഗവൺമെന്റ് സ്വാധീനമാക്കിയിട്ട് ബോംബെ ചെന്നതായ സ്ഥിതികൾ ഇങ്ങനെ ഈ ദേശത്തിൽ മണ്ടതായ ഈ വലിയൊരു ആസ്തിയുടെ മേൽ കേന്ദ്ര സർക്കാർ വലിയ കണ്ടിട്ട് വെച്ചിട്ട് നിരന്തരമായി എതിർക്കുകയായിട്ടുള്ള പുതിയ പുതിയ നയങ്ങൾ എടുത്തുകൊണ്ട് വന്നത് അതിന് പല ന്യായങ്ങളാണ് ചെന്നുകൊണ്ടുള്ളത്. entre മുസ്ലിമീങ്ങ അങ്ങനെ പെണ്ണിമാരെ തലാഖാക്കലാണ് അങ്ങനെ ഡൈവേഴ്സാക്കപ്പെട്ടതായ പെണ്ണുപോലും വചനയില്ലാണ്ട് അവർക്ക് മനുഷ്യത്തെ തെരുവില്ലാണ്ട് കഷ്ടപ്പെടുന്നതാണ്. ആ കഷ്ടപ്പെടുന്നതായ പെണ്ണിമുഖനായിട്ട് വഖഫിൽ കൂടിയിട്ട് എന്തെങ്കിലും നമുക്ക് കൊടുക്കണോ ചേട്ടേ ഇറാനെ ഇത് പെണ്ണുകൊണ്ട് ചേട്ടനാൽ സെൻട്രൽ മിനിസ്റ്റർമാർ വലിയ വലിയ ഹുദ്ദയുള്ള ആൾമാർ ചേട്ട ന്യായങ്ങളായിട്ട് മാത്രമല്ല ഈ ഒരു വഖഫ് ബോർഡ് തന്നെ വഖഫ് ബോർഡിലും അമുസ്ലിമീങ്ങളും കൂടി ഇതിന് ചേർപ്പെടാക്കണം. അതേപോലെ മുസ്ലിം പെണ്ണിങ്ങൾക്ക് ഇതിന് പ്രാധാന്യത കൊടുക്കണം. മുസ്ലിം പെണ്ണിങ്ങൾക്ക് പിന്നെ പ്രാധാന്യം കൊടുക്കണം. വഖഫ് ബോർഡ് വൈകി പുറപ്പാടുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള വാദങ്ങളും ന്യായങ്ങളുമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഇന്ന് രാജ്യസഭയും പാർലമെന്റിലുമെല്ലാം ഇങ്ങനത്തെ ധാരാളമായ കാനൂനുകൾ ധാരാളമായ തിരുത്തുപടികളെല്ലാം എടുത്തുകൊണ്ട് വേണ്ടത് ഈ ഉമ്മത്ത് നൊമ്പതാക്കാനത്തെ ഈ ഉമ്മത്തെ പിന്നെ അസ്തിത്വത്തിൽ വലിയ കൊടലിയേറ്റുകൾ കൊണ്ടുവന്നത് സുപ്രധാനമായ തീരുമാനങ്ങളാണ് വന്നുകൊണ്ടുള്ളതുകൊണ്ട് ഓരോരുത്തരും മനസ്സിലാക്കിയിട്ട് എവിടെയെല്ലാം നമുക്ക് ഇതിന് വിരുദ്ധ പ്രതിഭടനയാകൂ ഇതിന് വിരുദ്ധ പോരാടുന്നത് അവകാശങ്ങൾ കിട്ടുക അവിടെല്ലാം ഇതിന് വിരുദ്ധ പോരാട്ടാകുന്നു. എത്രത്തോളം ചിന്തിച്ചു നോക്കൂ. ഇന്നത്തെ മണ്ഡലമാകുമ്പോ JPC ഘടകത്തെ ഈ ജന്റി സംസദീയ സമിതിക്ക് എല്ലാ പക്ഷത്താകുമാറുള്ള ഇമെയിൽ സന്ദേശത്തെ രൂപത്തിൽ ഒരു 2-3 തീയതി മുതൽ ഇമെയിലായിട്ട് മെയിലാക്കിയിട്ട് കേന്ദ്ര ഗവൺമെന്റിന് ഇതിന് ഓപ്പോസിഷൻ ഇതിനെ സ്വീകാരാക്കില്ല എന്നതിനുള്ള അഭിപ്രായങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ പോലും ഒരാളുടെ ഒരു അഭിപ്രായം പോലും സ്വീകരിക്കാനായിട്ട് കേവല സമിതികൾ പേര് മാത്രമാക്കിയിട്ട് അതിൽ വേണ്ടതായ എന്തെല്ലാം തിരുത്തുപടികളുണ്ട് അത് അതേപോലെ വെച്ചിട്ട് ഇന്നലെ മണ്ഡലത്തിൽ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ട് ഇതിന് വേണ്ടതായിട്ട് നിരന്തരമായിട്ടുള്ള പോരാട്ടങ്ങൾ എവിടെയെല്ലാം സാധ്യമാവും അവിടെ എല്ലാ പോരാട്ടങ്ങളും പ്രയത്നങ്ങളും എല്ലാം നടക്കണം. ഞങ്ങളുടെ പ്രോപ്പർട്ടികൾ ഞങ്ങളുടെ പൂർവികന്മാർ തന്നതായ ആസ്തികൾ അത് ഈ ഉമ്മത്ത് വിപരീതമാവതുപോലെ അത് പിന്നെ പൂർണ്ണമായിട്ട് പ്രയോഗം എടുക്കുള്ള പ്രയത്നങ്ങളാക്കണം. വലിയൊരു ചിരിയുടെ കുതൂഹലത്തെ വിഷയത്തിൽ ഇത്ര കോടികെട്ട ആസ്തികൾ ഇരുന്നിട്ട് പോകും. അതിന്റെ വാർഷിക വരുമാനം എത്ര കേട്ടിന് എത്ര 8 കോടി പ്രോപ്പർട്ടിയാണ്. അത് 8 ലാഖ് പ്രോപ്പർട്ടിയാണ്. 8 ലാഖ് മണ്ഡലത്തെ പിന്നെ വലിയ വലിയ ആസ്തികൾ ഇരുന്നിട്ട് പോകും. അതിന്റെ വാർഷിക വരുമാനം കേവലം 200 കോടി മാത്രമേ ഉണ്ട്. എന്റെ ഇതെല്ലാം അനിക്കലൈസ് ചെയ്യാനായിട്ട് ആ ന്യൂസാക്കാണ്ട് കാണിക്കുന്ന ഭൂമികളായിട്ട് അല്ലെങ്കിൽ കബളിക്ക് ഉള്ളതായിട്ട് മുസ്ലിം ഉമ്മത്ത് ശ്രേയ അഭിവൃദ്ധി നേരിട്ട് യഥാർത്ഥത്തിൽ ചെന്നെങ്കിൽ വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ വഖഫാക്കിയത്തിൽ വേണമെങ്കിൽ വലിയ വലിയ കോളേജുകൾ വഖഫാക്കിയത്തിൽ വേണമെങ്കിൽ പക്ഷേ അതൊന്നും കാണാതെ കേവല ആസ്തികളായിട്ട് മാത്രമേ ബാക്കിയാവുന്നത്. അത് വലിയ സമൂഹത്തിൽ സമുദായത്തിൽ വലിയൊരു നഷ്ടമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് അഭിവൃദ്ധി നിലകൊണ്ട് എന്തെല്ലാം സാധ്യമാവും അത് അഭിവൃദ്ധി നിലകൊണ്ട് എന്തെല്ലാം പ്രയത്നങ്ങളാക്കുവാകും ആ നിലക്കുള്ള എല്ലാ പ്രയത്നങ്ങളും എല്ലാം എല്ലാ സമയത്തിൽ ആകും. വിശേഷമായിട്ട് ഉറപ്പെടുത്തുകയാണോ ഇന്നത്തെ ഹുദ്ബയിൽ ദുആഉ മുഅ്മിന്റെ ആയുധമാണ്. ഏത് ദുആഉം അല്ലാഹു അത് സ്വീകാരാവുന്ന പരിശുദ്ധ ചാവുകളാണ് ഉദർവന്നുണ്ട്. നിരന്തരമായിട്ട് കണ്ണീരിട്ട് മക്കളെ കാലത്തിൽ ഈ രാജ്യത്തിൽ എന്തെല്ലാം നടക്കുന്നു ആ ചൊല്ലവും ഊഹിക്കവും സാധ്യമില്ല. ആ ഒരു കാര്യങ്ങൾ എപ്പോഴും ഗവനത്തിൽ എടുത്തിട്ട് നിരന്തരമായി ഉറപ്പെടുത്തുകയാണെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഉമ്മത്ത് ഘടകത്തെ എല്ലാ ആഘാതങ്ങൾ എല്ലാ തിരുത്തുപടിയായ കാര്യങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഉമ്മത്തെ സമുദായത്തെ അല്ലാഹു ആശീർവാദമായി തരട്ടെ. അർഹമുറാഹിമായ റബ്ബ് ശത്രുക്കൾ എവിടെയെല്ലാം വിരുദ്ധമായിട്ട് സഞ്ചാരമാക്കുക എവിടെയെല്ലാം വിരുദ്ധമായിട്ട് നിലവരുള്ളൂ അവയെല്ലാം തന്ത്രങ്ങൾ മേയില്ല. ആ തന്ത്രങ്ങളെല്ലാം അല്ലാഹുവേ നീ ഇഷ്ടമാക്കി തരണേ അല്ലാഹ്. പരിശുദ്ധ ശഅബാന്റെ ബർക്കത്തുകൊണ്ട് ഈ പരിശുദ്ധ വണ്ടതായ പരിശുദ്ധമായ ലൈലത്തുൽ ബറാഅ ബർക്കത്തുകൊണ്ട്
അല്ലാഹ് ഉമ്മത്തെ ഇസ്സത്തിൽ നീ ഒരുക്കണേ അല്ലാഹ് ഉമ്മത്തെ നീ സലാമത്താക്കി തരണേ അല്ലാഹ് റഹ്മാനുറഹീമായ അല്ലാഹ് ശത്രുക്കളെ എന്തെല്ലാം പുതിയ പുതിയ അജണ്ടകളുണ്ട് അതെല്ലാം ഈ നിഷ്ഫലമാക്കിയിട്ട് ഉമ്മത്തെ അഭിമാനവും ഉമ്മത്തെ സമാധാനവും നീ നിലനിപ്പാക്കി തരണേ അല്ലാഹ് ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم